നമ്മളിപ്പോൾ ഉള്ളതേ ഒറിഗനിലെ ഒരു റെസ്റ്റ് ഏരിയയിലാണ്. നമ്മുടെ ട്രക്കേഴ്സിന് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണിത്. നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. ഇതാണ് റെസ്റ്റ് ഏരിയ കേട്ടോ. ഇവിടെ റെസ്റ്റ് റൂം സൗകര്യങ്ങളുണ്ട്. വുമണ് മെന്ന് രണ്ടുപേർക്കുള്ള റെസ്റ്റ് റൂം സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാം. അപ്പുറത്തെ സൈഡിൽ കാറുകൾക്ക് വേണ്ടിയുള്ള റെസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരുപാട് റാറ്റിൽ സ്നേക്ക് ഉണ്ട്. നമ്മുടെ കാലിഫോർണിയയിലും ഒറിഗനിലും ഒരുപാട് റാറ്റിൽ സ്നേക്ക് ഉണ്ട്. ഇതിൻ്റെ വാലിങ്ങനെ ടക്കടക്കട അടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അറിയാൻ പറ്റും റാറ്റിൽ സ്നേക്ക് ഉണ്ടെങ്കിൽ ചില സമയത്ത് അറിയാൻ പറ്റും. ഈ റോഡിലൊക്കെ ഈ രാത്രിയിൽ വന്ന് കിടക്കും ഈ ചൂട് കിട്ടാൻ വേണ്ടി. റാറ്റിൽ സ്നേക്ക് അടിച്ചാൽ $10,000, ഏകദേശം 8 ലക്ഷം രൂപയാണ് അതിൻ്റെ വെനം, അതിന് ട്രീറ്റ്മെൻറ്റിന്, ജസ്റ്റ് ട്രീറ്റ്മെൻറ്റിന്. പല സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കടിച്ചാൽ അപ്പം തന്നെ എയർലിഫ്റ്റ് ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. നമ്മൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഫുള്ള് മലകളാണ്. പ്രത്യേകിച്ച് റെസ്റ്റ് ഏരിയയിൽ എവിടെയെങ്കിലും ഫുഡിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി എലികളൊക്കെ വരും. അപ്പോൾ അതിനെ കഴിക്കാൻ വേണ്ടി പാമ്പുകളും കാണും ഈ ഏരിയയിലൊക്കെ. അപ്പം ഇവിടെയൊക്കെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതല്ലേ ആ മല കണ്ടില്ലേ, പിന്നെ രസം നോക്ക്, ഫുള്ള് മഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഐദഹോയിൽ നിന്ന് അവിടുന്ന് വന്നത് കേട്ടോ. അവിടുന്ന് വന്നിട്ട് ഐദഹോ ആണ് ആ സൈഡിൽ. അവിടുന്ന് നമ്മൾ നേരെ വന്നിട്ട് ഒറിഗനിൽ കയറി. അപ്പം ഇവിടെ നമുക്ക് 30 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണം. അതിന് വേണ്ടി വണ്ടി നിർത്തിയാണ്. ഫുള്ള് മല ഫുള്ള് മഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ. ഇവിടെ നല്ല ഇപ്പം മഞ്ഞ് ഉരുകി കിടക്കുകയാണ് ഈ സ്ഥലത്തൊക്കെ. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് മഞ്ഞ് കുളിച്ചിടക്കുന്ന സ്ഥലമാണ്. ഭയങ്കര ഡേഞ്ചറാണ് ആക്ച്വലി ഇവിടെ ഒറിഗനിൽ വണ്ടി ഓടിക്കാനേ. കാരണം കുന്നും മലയുമാണ്, ഫുള്ള് മലനിരകളാണ്. നമ്മളിപ്പം നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കുന്ന സ്റ്റൈലല്ല നമ്മളിപ്പം ഈ മൗണ്ടൻസിൽ വണ്ടി ഓടിക്കുന്നത്. അതൊരു കുറച്ച് എക്സ്പീരിയൻസ് വേണം അതിന്. നമ്മൾ ബ്രേക്ക് ശ്രദ്ധിക്കണം. നമ്മൾ ബ്രേക്കിൻ്റെ കണ്ടീഷനൊക്കെ നല്ല കണ്ടീഷനിലാണെന്ന് ഉറപ്പ് വരുത്തണം ബ്രേക്കൊക്കെ. എന്നിട്ട് നമ്മൾ ഈ മല ഫുൾ ഇറങ്ങി കഴിയുമ്പം ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു റെസ്റ്റ് കൊടുക്കണം. വണ്ടിയുടെ ബ്രേക്ക് പാർട്സൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടി റെസ്റ്റ് കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ മല കയറാൻ പോവാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മലകളാണ്. എനിക്ക് വീഡിയോസ് വരുന്നുണ്ടേ. അപ്പോൾ കണ്ടില്ലേ എന്ത് വൃത്തിയായിട്ടാണ് റെസ്റ്റ് ഏരിയ സെറ്റപ്പ് ചെയ്തേക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അങ്ങനെ നമുക്കെല്ലാം നോമ്പാണ്. നമ്മുടെ നോമ്പ് തുടങ്ങി. അപ്പം എല്ലാവർക്കും നോമ്പാണ്. എനിക്കും നമ്മുടെ ടീംമേറ്റിനും നോമ്പാണ്. അപ്പം ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇനി വൈകുന്നേരം കഴിക്കാൻ പറ്റത്തുള്ളൂ. രാവിലെ വെളുപ്പിന് ഞങ്ങൾ ഒരു 3 പൊറോട്ടയും പിന്നെ ശകലം ബീഫും ഉണ്ടായിരുന്നു. ബീഫും പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. അത് കഴിച്ചു. നമ്മൾ വന്നപ്പോഴേ അവിടുന്ന് ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഷിക്കാഗോയിൽ. കറി ലീവ്സ് എന്ന് പറഞ്ഞു. അവിടുന്ന് മേടിച്ചാണ് ഫുഡ്. അപ്പോൾ കാണാം. ബൈ.